സിന്ധു നദീജല കരാറുമായി ബന്ധപ്പെട്ട് കർശന നിലപാടുകളിലേക്ക് കടന്നതിന് പിന്നാലെ പാകിസ്ഥാനിട്ട് അടുത്ത എട്ടിന്റെ പണിയുമായി ഇന്ത്യ ഒരുങ്ങുന്നു. ഇന്ത്യക്കെതിരെ നിരന്തരം ഭീകരവാദ പദ്ധതികൾ മെനയുന്ന പാകിസ്ഥാന് ഇനി തൊണ്ട വരണ്ട് ദാഹിച്ച് വലയാനുള്ള വകയാണ് കേന്ദ്ര സർക്കാർ നൽകുന്നത്. പാകിസ്ഥാനിലേക്കുള്ള നീരൊഴുക്ക് ഗണ്യമായി കുറയ്ക്കാനുള്ള നിർണായക നീക്കം ഇന്ത്യ തുടങ്ങിക്കഴിഞ്ഞു. ഹിമാചൽ പ്രദേശിലും ജമ്മു കാശ്മീരിലുമായി ചെനാബ് നദീതടത്തിൽ 2600 കോടി രൂപയുടെ 2 വൻകിട അടിസ്ഥാന സൗകര്യ പദ്ധതികൾക്കാണ് ഇന്ത്യ ഇപ്പോൾ തുടക്കമിട്ടിരിക്കുന്നത്. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് 2352 കോടി രൂപയുടെ ചെലവിൽ ലാഹോൾ സബിതിയിൽ നിർമ്മിക്കുന്ന ചെനാബ് ബിയാസ് ലിങ്ക് ടണൽ പദ്ധതിയാണ്. 8.7 കിലോമീറ്റർ നീളമുള്ള ഒരു ഭീമൻ തുരങ്കം നിർമ്മിച്ച് ചെനാബ് തടാകത്തിൽ നിന്നുള്ള അധിക ജലം പാകിസ്ഥാനിലേക്ക് ഒഴുകുന്നതിന് പകരം ബിയാസ് നദിയിലേക്ക് വഴിതിരിച്ചു വിടുകയാണ് ഈ പദ്ധതിയുടെ ലക്ഷ്യം. ഇതിനായി ലാഹോൾ താഴ്വരയിൽ 19 മീറ്റർ ഉയരമുള്ള ഒരു ബാരേജും ഇന്ത്യ നിർമ്മിക്കുന്നുണ്ട്. കേവലം വൈദ്യുതി ഉൽപാദനം മാത്രമല്ല, മറിച്ച് പടിഞ്ഞാറൻ നദികളിൽ ഒഴുകിപ്പോകുന്ന ജലത്തിന്മേലുള്ള ഇന്ത്യയുടെ നിയന്ത്രണം പരമാവധി വർദ്ധിപ്പിക്കുക എന്നതാണ് ഇതിന് പിന്നിലെ യഥാർത്ഥ മാസ്റ്റർ സ്ട്രോക്ക്. ഇതിന്റെ ചരിത്രം നോക്കുമ്പോഴാണ് ഈ ഇന്ത്യൻ നീക്കത്തിന്റെ യഥാർത്ഥ വ്യാപ്തി നമുക്ക് മനസ്സിലാകുക. 1960 സിന്ധു നദീജല കരാർ പ്രകാരം സിന്ധു, ഝലം, ജനാബ് എന്നീ പടിഞ്ഞാറൻ നദികളിലെ ജലത്തിന്റെ വലിയൊരു വിഹിതം തടസ്സങ്ങളില്ലാതെ ലഭിക്കാൻ പാകിസ്ഥാൻ വ്യവസ്ഥയുണ്ട്. എന്നാൽ അതിനർത്ഥം ഈ നദികൾ പാകിസ്ഥാന്റേതാണ് എന്നല്ല. ഇന്ത്യയിലൂടെ ഒഴുകുന്നിടത്തോളം ഈ നദികൾ പൂർണ്ണമായും ഇന്ത്യയുടെ പരമാധികാരത്തിന് കീഴിലാണ്. കൂടാതെ നദിയുടെ സ്വാഭാവിക ഒഴുക്ക് ഉപയോഗപ്പെടുത്തി റൺ ഓഫ് ദി റിവർ ജലവൈദ്യുത പദ്ധതികൾ നിർമ്മിക്കാനും മത്സ്യബന്ധനം ഉൾപ്പെടെയുള്ള കാർഷിക ആവശ്യങ്ങൾക്കായി ജലം വിനിയോഗിക്കാനും ഇന്ത്യക്ക് പൂർണ്ണ അവകാശമുണ്ട്. നിർഭാഗ്യവശാൽ 65 വർഷത്തിന്റെ മികച്ച കോൺഗ്രസ് ഭരണത്തിന്റെ ഫലമായി അടിസ്ഥാന സൗകര്യങ്ങളുടെ കുറവ് അവിടെ ഉണ്ടായിരുന്നു. അത് കാരണം ഇത്രയും കാലം നമുക്ക് അർഹതപ്പെട്ട ജലം കൂടി ഉപയോഗിക്കാനാകാതെ പാകിസ്ഥാനിലേക്ക് വെറുതെ വെള്ളം ഒഴുകി പോവുകയായിരുന്നു. ചുരുക്കത്തിൽ ഇന്ത്യയുടെ ചെലവിൽ നമ്മുടെ വെള്ളം കുടിച്ചാണ് പാകിസ്ഥാൻ ഇത്രയും കാലം അവരുടെ കാർഷിക വ്യവസായം നട്ടുനനച്ച് വളർത്തിയത്. എന്നാൽ പുതിയ തുരങ്കങ്ങളും ഡാമുകളും ഉൾപ്പെടുന്ന ചെനാബ് ബിയാസ് പദ്ധതി പൂർത്തിയാകുന്നതോടെ പാകിസ്ഥാന് ലഭിച്ചിരുന്ന ആ വമ്പൻ സൗജന്യം അവിടെ അവസാനിക്കുകയാണ്. ഇതിനൊപ്പമുള്ള രണ്ടാമത്തെ പദ്ധതി പാകിസ്ഥാൻ നൽകുന്ന പ്രഹരം ചെറുതല്ല. ജമ്മു കാശ്മീരിലെ സലാൽ ജലവൈദ്യുത പദ്ധതിയിൽ 268 കോടി രൂപ മുടക്കി ഇന്ത്യ ഒരു ബൈപ്പാസ് തുരങ്കം നിർമ്മിക്കുകയാണ്. സിന്ധു നദീജല കരാറുമായി ബന്ധപ്പെട്ട് മുൻപ് നടന്ന ചർച്ചകളെയും പാകിസ്ഥാന്റെ നിലപാടുകളെയും തുടർന്ന് സലാൽ ഡാമിന്റെ ചില സ്ലൂയിസ് ഗേറ്റുകൾ അടച്ചുപൂട്ടേണ്ടി വന്നിരുന്നു. ഇത് ഡാമിൽ വൻതോതിൽ ചെളിയും മണ്ണും അടിയാൻ കാരണമായി. ഇതോടെ ഡാമിന്റെ സംഭരണ ശേഷിയും ടർബൈനുകളുടെ പ്രവർത്തനക്ഷമതയും ആകെ കുറഞ്ഞു. എന്നാൽ ഈ പുതിയ ബൈപ്പാസ് തുരങ്കം വരുന്നതോടെ പാകിസ്ഥാൻ സൃഷ്ടിച്ച ആ സാങ്കേതിക തടസ്സം നീങ്ങുകയാണ്. ഡാമിന്റെ ആയുസ് വർദ്ധിക്കുകയും ഇന്ത്യയുടെ വടക്കൻ സംസ്ഥാനങ്ങളിൽ ജലവൈദ്യുത ഉൽപാദനം കുതിച്ചുയരുകയും ചെയ്യുകയാണ്. ഇവിടെ വൈദ്യുതി കൂടുമ്പോൾ, ഇന്ത്യക്കുള്ളിൽ വൈദ്യുതി കൂടുമ്പോൾ അതിർത്തിക്ക് അപ്പുറത്ത് പാകിസ്ഥാനിൽ ഇരുട്ടും ദാഹവും കൂടുമെന്നർത്ഥം. ചുരുക്കത്തിൽ തോക്കുകളും വെടിയുണ്ടകളും ഇല്ലാതെ തന്നെ ശത്രുവിനെ ശ്വാസം മുട്ടിക്കാനല്ല, വെള്ളം മുട്ടിക്കാൻ ഇന്ത്യക്ക് നന്നായി അറിയാമെന്ന് തെളിയിക്കുകയാണ് കേന്ദ്ര സർക്കാർ. അന്താരാഷ്ട്ര കരാറുകൾക്കുള്ളിൽ നിന്നുകൊണ്ട് തന്നെ ഇന്ത്യ നടത്തുന്ന ഈ ബുദ്ധിപരമായിട്ടുള്ള നീക്കം വെറുമൊരു അടിസ്ഥാന സൗകര്യ വികസനമല്ല, മറിച്ച് നിരന്തരം കുഴപ്പങ്ങൾ സൃഷ്ടിക്കുന്ന ഒരു ശത്രുവിനുള്ള ഇന്ത്യയുടെ കൃത്യവും അതിശക്തവുമായിട്ടുള്ള ഒരു മറുപടിയാണ്.